ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കായ്പോള എന്നൊരു സംഭവമാണ്. നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്, ഒരു മധുര പലഹാരമാണ്. ഇതിങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് നന്നായിട്ട് വരും. പിന്നെ ഇന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അമ്മയ്ക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ഡോക്ടർ സൗണ്ട് റെസ്റ്റ് പറഞ്ഞിരിക്കുവാണ്. അതുകൊണ്ട് ഞാനാണ് ഇന്ന് പറയുന്നത്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് വന്ന് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ കാണുന്നത്. ഇങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. മുഴുവൻ വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇങ്ങനെ ഇടയ്ക്ക് കുറേ സംഭവങ്ങളൊക്കെ എൻ്റെ അമ്മ ചേർത്തിട്ടുണ്ട്. പിന്നെ കപ്പലണ്ടി, മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, പിന്നെ നമ്മുടെ സേമിയ ഒരു ബ്രൗൺ കളറിലൊക്കെ ആയിട്ട്, ഏലക്ക, പാല്, 2 മുട്ട, 2 പാരം, പിന്നെ നെയ്യ്. അപ്പോൾ അത്രയൊക്കെ സംഭവങ്ങളുണ്ട്. ഇനി ഇത്രയും സംഭവങ്ങളൊക്കെ നിങ്ങൾ വെച്ചിട്ടാണ് ഇത് നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം. പിന്നെ പാനിനകത്ത് ഈ നെയ്യ് ഒഴിച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കപ്പലണ്ടി, മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പെല്ലാം ഇട്ടിട്ട് ഒന്ന് ഇളക്കണം. ഒന്ന് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് ഇളക്കണം. ഒന്ന് ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി വരുമ്പോഴേക്കും അത് മാറ്റി വെച്ചിട്ട് സേമിയ ഈ ബ്രൗൺ കളറാണ്, എന്നാലും നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി നെയ്യിലൊന്ന് വാട്ടാം. പിന്നെ അത് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഴം മുറിച്ചത് ഒന്നും കൂടി നെയ്യിലിട്ട് വാട്ടാം. അപ്പോൾ ഒരു സമയമെടുക്കും ഇത്തിരി. അപ്പോൾ അത് സമയമെടുക്കുന്ന സമയത്ത് നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പഞ്ചസാര അമ്മ അതിനകത്ത് ഇടുന്നുണ്ട്. പഞ്ചസാര ഇട്ട് വാട്ടി ഒരു കൊരയായിട്ട് ആ പഴം ഒന്ന് സോഫ്റ്റായി വരണം. നല്ല കൊരപോലെ ഒന്ന് ഇളക്കി അതൊന്ന് ശരിയാവട്ടെ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. മുഴുവൻ വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞാൻ ഒന്നും കൂടി പറയുവാണ്, ആരും സ്കിപ്പ് ചെയ്യാതെ കാണരുത് ഗൈസ്. അത് കൊരയായിട്ട് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നല്ല നിറം മാറി സോഫ്റ്റൊക്കെ ആയി വരുന്നുണ്ട്. പഴം നല്ല സോഫ്റ്റായി വരുന്നുണ്ട്. നല്ല മണമായിരുന്നു ഈ സമയത്തൊക്കെ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഒരു മുട്ട എടുത്ത് ഒരു ബോളിനകത്ത് പൊട്ടിച്ചിട്ട്, അത് കഴിഞ്ഞിട്ട് ഒരു മുട്ടയും കൂടി എടുത്ത് 2 മുട്ടയുണ്ട്, ആ രണ്ടാമത്തെ മുട്ടയിട്ട് ഒന്നും കൂടി ഒന്ന് ബോളിലിട്ട് ഒന്ന് ഇട്ടിട്ട് അങ്ങനെ പൊട്ടിച്ച് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇളക്കി ഇങ്ങനെ ഇതുപോലെ ഇളക്കി മുട്ടയുടെ പരുവം ഇതുപോലെ എങ്ങാണ്ട് ആവണം. ഫൈനൽ ഇതുപോലത്തെ പരുവം ആവണം മുട്ടയുടെ. മുട്ട ഇങ്ങനെ കൂടുതൽ ഇളക്കി ഒന്ന് ഇളക്കി ഏലക്ക എടുത്ത് അതിനകത്ത് ഇടണം. കുറച്ച് ഏലക്ക എടുത്തിടണം. ഏലക്ക ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി അടിച്ച് ഇളക്കണം. ഇതേപോലെയൊക്കെ ആകുമ്പോൾ നമുക്ക് പാലെടുത്ത് ഒഴിക്കണം. കുറച്ച് പാലെടുത്ത് ഒഴിക്കണം. എന്നിട്ട് നന്നായി അടിച്ച് ഇളക്കണം. ഇത്രയും കുറച്ച് പാല് മാറ്റി വെക്കണം. നന്നായി ഒരാവശ്യത്തിനാണ് അത് മാറ്റി വെക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ പഴം എടുത്ത് അതിനകത്തോട്ട് ഇടണം. അതിലങ്ങനെ ഇട്ട് നല്ലപോലെ ഇട്ടിട്ട് അത് നല്ലപോലെ ഇളക്കണം. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഇളക്കണം. ഇളക്കി ഞാനൊരു പരുവം ആവും.
ഇളക്കി ഇളക്കി ഞാനൊരു പരുവാവും. അത് കഴിഞ്ഞിട്ട് ഒരു നുള്ള് മഞ്ഞപ്പൊടി നമ്മൾ മാറ്റി വെച്ചിരുന്ന പാലിനകത്തോട്ടൊന്ന് ഒരു നുള്ളി നമ്മൾ ഇച്ചിരി പാല് മാറ്റി വെച്ചതിനകത്ത് ഒരു മഞ്ഞപ്പൊടി നുള്ള് ഇട്ടാൽ മതി. നുള്ളിട്ട് അത് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം. മിക്സ് ചെയ്ത് മഞ്ഞ നിറം, ആ പാലിൻ്റെ വൈറ്റ് നിറം ഒരു മഞ്ഞ രൂപത്തിലാവണം. മഞ്ഞ നിറമായ ശേഷം നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് നല്ല ഒരു മിക്സ് ചെയ്ത് ഇതുപോലത്തെ പരുവാക്കണം. ഇനി അത് വറുത്ത് വെച്ചേക്കുന്ന സേമിയ, കപ്പലണ്ടി, മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ് കുറച്ച് അതിനകത്തോട്ട് ഇടണം. ബാക്കി എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് എടുക്കണം. ഇളക്ക് തുടങ്ങിയിട്ട് കുറേ നേരമല്ല, മനുഷ്യന് ദേഷ്യം വന്നിട്ട് വരാം. അങ്ങനെ ഇളക്കി ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം. എള്ള് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് പിന്നെയും ഇളക്കണം. ഇനി അവസാനത്തെ കാര്യത്തിലോട്ട് കിടക്കാം. ഇത് ഞങ്ങളുടെ പുതിയ പാനാണ് കേട്ടോ. ഇതിനകത്ത് നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് നമ്മൾ ഇളക്കി വെച്ചിരുന്ന സംഭവങ്ങളെല്ലാം അതിൻ്റെ അകത്തോട്ട് ഒഴിക്കണം. ഒഴിച്ച് നന്നായിട്ടൊന്നും കട്ട തൊട്ട് കിടക്കാതെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമുക്കിത് ലോങ് ഫ്ലെയിമിൽ ഇട്ട് ഒന്ന് വേവിച്ചെടുത്ത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിപ്പിച്ച് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി അത് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ്, സേമിയ, മുന്തിരിങ്ങ എല്ലാം അതിനകത്തോട്ട് സ്പ്രെഡ് ചെയ്തിട്ടേക്കാം. അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സംഭവം അങ്ങ് വെന്ത് വന്ന് അത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് ഇതുപോലെയായി അങ്ങനെ ഫൈനൽ രൂപം. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നന്നായിട്ടൊക്കെ വരും. പിന്നെ ഇഷ്ടപ്പെട്ടവർ ലൈക്കും കമൻറ്റും ഷെയറും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞതിന് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഒന്ന് ബായ്. അടുത്ത വീഡിയോയിൽ കാണാം.